എട്ടാം ക്ലാസ് ഓണം എക്സാം എഴുതാൻ പോകുന്ന മക്കളാണ് നിങ്ങളെങ്കിൽ നമ്മൾ എട്ടാം ക്ലാസ് ബയോളജിയിൽ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങളും സോൾവ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഫ്രണ്ട്സിനും സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മൾ എട്ടാം ക്ലാസ് എക്സാമിന് ബയോളജിയിൽ നിന്നും വരാൻ പോകുന്ന പാഠങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ് അല്ലേ. അപ്പം നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് പാഠമാണ്. ആദ്യത്തെ രണ്ട് പാഠങ്ങളാണ് നമുക്ക് ഓണം എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത് ഒന്നാമത്തെ പാഠം ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ്പ് ദ ഗുഡ്നസ് എന്ന് പറയുന്ന നമ്മുടെ നട്ട് നനക്കാം നന്മകൾ കൊയ്യാം എന്ന കിഡിലോസ്കി ആയിട്ടുള്ള രസകരമായിട്ടുള്ള നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട പാഠമാണ്. അതുപോലെ തന്നെ നമ്മുടെ എവല്യൂഷൻ പരിണാമത്തെ പറ്റി പഠിക്കുന്ന ജീവിൻ്റെ ഉത്ഭവം ജീവികളുടെ എന്ന് പറയുന്ന ഒറിജിൻ ഓഫ് ലൈഫ് ആൻഡ് ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞ കിടിലമായിട്ടുള്ള രണ്ടാമത്തെ പാഠമാണ് നമുക്ക് ഓണം എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുള്ളത്. ചിലപ്പോൾ നിങ്ങൾ സ്കൂളിലൊക്കെ മൂന്നാമത്തെ പാഠമൊക്കെ എടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ പാഠം ഏതുവരെ എത്തിയിട്ടുണ്ട്, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ രണ്ട് പാഠം തീർന്നിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. റെഡി. പിന്നെ നമുക്ക് അടുത്ത ചോദ്യം ഉണ്ടാവുക, അടുത്ത സംശയമായിട്ട് ഉണ്ടാവുക, സർ ഓരോ പാഠങ്ങൾ എത്ര പഠിക്കണം, എത്ര മാർക്കിനായിരിക്കും സാർ എക്സാം ഉണ്ടാകുക, എങ്ങനെയൊക്കെയാണ് സാറേ ഇതിൻ്റെ വെയിറ്റേജ് ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ സാർ എന്നായിരിക്കും നമ്മൾ അടുത്ത ചോദ്യം അല്ലേ. യെസ് മക്കളെ, നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ് ഈ മൂന്ന് വിഷയം നമ്മുടെ സയൻസ് വിഷയങ്ങളിൽ പെടുന്ന ഈ മൂന്ന് വിഷയം നമ്മൾ എന്ത് ചെയ്യും, ഒരുമിച്ചിട്ടാണ് എക്സാം നടത്താറുള്ള എട്ടാം ക്ലാസ്സിൽ. അഥവാ ഈ മൂന്ന് വിഷയങ്ങളിൽ നിന്നും 60 മാർക്കിനാണ് ചോദ്യം ഉണ്ടാകുക. 20, 20, 20 എന്ന രീതിയിൽ 60 മാർക്കിനാണ് നമുക്ക് മൂന്ന് വിഷയങ്ങളിൽ നമുക്ക് എന്തുണ്ടാകുക, ചോദ്യങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ബയോളജിയുടെ 20 മാർക്കില്ല. അപ്പോൾ എക്സ്ട്രാ നമ്മുടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അടക്കം വന്നിട്ട് 24 മാർക്ക് വരെ മാക്സിമം നമ്മുടെ ഈ നമ്മുടെ രണ്ട് പാഠങ്ങളും ചോദിക്കും. അപ്പോൾ രണ്ടിനും ഈക്വൽ വെയിറ്റേജ് ആണ്. മാക്സിമം ഒന്നാം പാഠത്തു നിന്ന് 12 മാർക്കും രണ്ടാം പാഠത്തു നിന്ന് 12 മാർക്ക് വരെയാണ് നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ളത്. കഴിഞ്ഞ വർഷങ്ങളൊന്നും എക്സാം നടന്നിട്ടില്ല. പുതിയ ബുക്കാണ്, പുതിയ സിലബസ് ആണ്, പുതിയ പാറ്റേൺ ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ഈക്വൽ വെയിറ്റേജ് ആണ് രണ്ട് പാഠത്തിനും ഉണ്ടാകുക. ഒരു മാക്സിമം 12 മാർക്ക് വരെ ഒന്നാമത്തെ പാഠത്തു നിന്നും 12 മാർക്ക് വരെയൊക്കെ രണ്ടാമത്തെ പാഠത്തുനിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. റെഡി. അടുത്ത ചോദ്യം നമുക്ക് ഉണ്ടാവും, സർ പുതിയ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, പുതിയ സിലബസ് ഒക്കെ വന്നതാണല്ലോ സർ, എങ്ങനെയാണ് സാറേ പുതിയ എക്സാം പാറ്റേൺ? മക്കൾ ആരും ഒന്നുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ബാധിക്കാനൊന്നും പോകുന്നില്ല. കാരണം നമുക്ക് മാക്സിമം 20 മാർക്ക് ചോദ്യം ചോദിക്കുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയൊക്കെ എക്സാം പാറ്റേൺ 20 മാർക്കിലേ ചോദിക്കാന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊന്നും പ്രശ്നമാക്കണ്ട. എങ്ങനെയൊക്കെ നമ്മൾ എക്സാം പാറ്റേൺ മാറി വന്നാലും ഒന്നുകൊണ്ട് പേടിക്കേണ്ട. പുതിയ എക്സാം പാറ്റേൺ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ 9ാം ക്ലാസ്സിനും 10ാം ക്ലാസ്സിനും ഇക്കാക്കമാർക്ക് ഇത്താത്തമാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സ്റ്റേറ്റ് അസസ്മെൻറ്റ് കൗൺസിലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അസസ്മെന്റ് കൗൺസിൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടില്ല, നമ്മളെ പ്രശ്നമാണോ? അല്ല അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന പക്ഷം നമ്മൾ എന്തെങ്കിലും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ന്യൂ പാറ്റേൺ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, മെയിൻ്റെ ആക്കിയേ വേണ്ട. നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു തരുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യുക, കിഡിലനായിട്ട് പഠിച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്യുക, പൊടിക്കും. നിങ്ങൾക്ക് വേണ്ട ലൈവ് ക്ലാസ്സുകൾ, ലൈവ് വൺ ഷോട്ട് റിവിഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് നിങ്ങൾക്ക് തരും കേട്ടോ. പിന്നെ സർ ഞങ്ങൾ ഏതൊക്കെ പഠിക്കണം എന്ന് വെച്ചാൽ ഒക്കെ പഠിക്കണം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്ന് വെച്ചാൽ ഇത് പഠിക്കാൻ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ പാടില്ല. അങ്ങനത്തെ ടോപ്പിക്കാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അഥവാ ഇത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് A+ കിട്ടുമെന്നല്ല കേട്ടോ. എന്നാൽ ഇത് പഠിക്കാൻ നിങ്ങൾ പോകുകയേ ചെയ്യരുത്. ഈ ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉറപ്പാണ് എന്ന രീതിയിലുള്ള നമ്മുടെ ടോപ്പിക്കുകളാണ്. ഇത് മാത്രം പഠിച്ചാൽ മതി അല്ല കേട്ടോ. റെഡി. നമ്മൾ ഡൈവേഴ്സിറ്റി ഇൻ ഫാമിംഗ്, കൃഷിയിലെ വൈവിധ്യം, വിവിധ തരങ്ങൾ കൃഷിയെ പറ്റി പറഞ്ഞിരുന്നു, കൃഷിയിലെ വൈവിധ്യങ്ങളെ പറ്റി പറഞ്ഞിരുന്നു. അതാണ് ഒന്നാമത് പഠിക്കേണ്ട ടോപ്പിക്ക്. പിന്നെ ഫെർട്ടിലൈസേഴ്സ്, വളപ്രയോഗം, നമ്മളെ കൃഷി ഒന്ന് എൻഹാൻസ് ചെയ്യാനാണ്, ടോപ്പാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, വളം പ്രയോഗിക്കും. ആ വളപ്രയോഗത്തെ പറ്റി പഠിക്കണം. പ്ലാന്റിങ് ടെക്നിക്സ്, നടിയിൽ വസ്തുക്കൾ നമ്മൾ കുറേ കുഴി ഉണ്ടാക്കി കുറേ നട്ടു ഇതൊന്നുമല്ല അല്ലേ. വേറെയും ഒരുപാട് രീതിയിൽ നമുക്ക് നടാൻ പറ്റും. ഇതാണ് പ്ലാന്റിങ് ടെക്നിക്കുകൾ. പിന്നെ നമുക്ക് ലെസ് വാട്ടർ ഫാമിംഗ് മെത്തേഡുകൾ, വെള്ളത്തിൻ്റെ ഉപയോഗം വളരെ കുറച്ചുകൊണ്ട് നല്ല രീതിയിൽ വിളകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന, ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രീതികളുണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് ഫാമിംഗ് മെത്തേഡുകളുണ്ട് അല്ലേ. നമ്മൾ സ്മാർട്ട് ടെക്നോളജിയെ ഉപയോഗിച്ചിട്ടുള്ള സ്മാർട്ട് ഫാമിംഗ് മെത്തേഡുകളാണ് അവസാനത്തെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്. നമ്മുടെ രണ്ടാമത്തെ പാഠം നമ്മുടെ എവല്യൂഷൻ്റെ പാഠമാണ്. ജീവൻ്റെ ഉത്ഭവം എന്നുള്ള പാഠത്ത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കുന്നത് ഇത്രയും ടോപ്പിക്കുകളാണ്. കൃത്യമായിട്ട് പറയുന്നത് 4 ടോപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് നമ്മൾ കെമിക്കൽ എവല്യൂഷൻ തിയറി, രാസപരിണാമ സിദ്ധാന്തം, ഭൂമി എങ്ങനെ ഉത്ഭവിച്ചു, ജീവൻ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറയുന്ന തിയറിയാണ്, സിദ്ധാന്തമാണ് നമ്മുടെ രാസപരിണാമ സിദ്ധാന്തം. അതുപോലെ തന്നെ മറ്റൊരു തിയറിയാണ് പാൻസ്പെർമിയ സിദ്ധാന്തം, പാൻസ്പെർമിയ തിയറി. ഈ 2 തിയറിയും അതിനൊക്കെ തന്നെ എന്ത് ചെയ്യുക, ആദിമ ഭൂമിയിലെ അന്തരീക്ഷം, ഒറിജിൻ ഓഫ് ലൈഫും ആദിമ ഭൂമി അന്തരീക്ഷം അടക്കം വരുന്ന ആ ഭാഗം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ യൂറേ മില്ലർ എക്സ്പെരിമെൻറ്റ്, ഒരു ചെറിയ കോശത്തിൽ നിന്നും അല്ലേ 4 ബില്യൺ വർഷങ്ങൾക്ക് മുന്നേ എങ്ങനെയായിരുന്നു, അത് 66 ലക്ഷം വർഷം മുന്നേ പിന്നെ ഒരു സസ്തനിയായിട്ട് മാറി. ഈ രീതിയിൽ എങ്ങനെ ആ ഒരു ഓർഡർ പഠിക്കാനുണ്ട്. അതിനെ തെളിയിക്കുന്ന നമ്മുടെ യൂറേ മില്ലറിൻ്റെ എക്സ്പെരിമെൻ്റ് ഉണ്ട്. അതൊക്കെ എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ
കോസ്മിക് കലണ്ടർ അവസാനത്തെ ഒരു ഭാഗത്ത് ഇങ്ങനെ വലിയൊരു കോസ്മിക് കലണ്ടർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതും എൻ്റെ മക്കൾ പഠിച്ച് തീർക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് ഈ ഭാഗത്ത് നിന്ന് ഫോക്കസ് ഏരിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് മാത്രം ക്വസ്റ്റ്യൻ വരും. അങ്ങനെയല്ല, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇത് എന്തായാലും പഠിച്ചിരിക്കണം. ഇങ്ങനത്തെ ടോപ്പിക്കാണ് എന്ത് നമ്മുടെ ഫോക്കസ് ഏരിയകൾ. പിന്നെ സാർ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വേണമല്ലോ. നമ്മൾ പുതിയ ബാച്ചല്ലേ സാറേ, നമ്മൾ ക്വസ്റ്റ്യനെ കാണാതെ എങ്ങനെയാണ് സാറേ എക്സാമിന് പോവുക? ഒന്ന് 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണ്ടേ? വേണം. അതിന് ഒന്നാമത്തെ കാര്യം നമ്മൾ ലൈവിൽ എന്ത് ചെയ്യും, കൃത്യമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. അപ്പോൾ ലൈവ് മുടങ്ങാതെ കാണാം. അതിനിപ്പോൾ തന്നെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി ഫുൾ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുക. രണ്ടാമത്തെ കാര്യം എന്ത് ചെയ്യുക, നമ്മുടെ താഴത്ത് എന്തുണ്ട്, നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നാക്കി വെച്ചിട്ടുണ്ട്. ആ പിന്നാക്കിയുമ്പോൾ തൊടുക. സർ പിന്നുമ കുത്തിയ ചോര വരും സർ ചളി ആപ്പോട്ടെ. അപ്പോൾ പിന്നുമ തൊടുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടാവും, വാട്സപ്പിൻ്റെ നമ്മുടെ ഗ്രൂപ്പാണ്. അതിലോട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഇതിൻ്റെ തന്നെ ഉത്തരങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാൻ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ കാണാം, നമ്പറോട്ട് മെസ്സേജ് അയക്കുക. ഹായ് സാർ, ക്ലാസ് 8ാം ക്ലാസ്സിൽ മോഡൽ പേപ്പർ അയച്ചു തരുമോ സാർ, അങ്ങനെ അയക്കാം. ഏറ്റവും നല്ലത് എന്താണ്, നമ്മുടെ ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റും, ലൈവുകളും ക്ലാസ്സുകളും എല്ലാ ലിങ്കോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. റെഡിയല്ലേ മക്കളെ? അപ്പോൾ ഇത്രയും കാര്യം കൂടെ എന്ത് ചെയ്യാനുള്ളത് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ വൺ ഷോട്ട് റിവിഷൻസ് ആയിട്ട് ലൈവ് ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. ഒന്നുകൊണ്ട് പേടിക്കണ്ട. എന്നാൽ ചിലർക്ക് ഉണ്ടാവും, സാർ എനിക്ക് ലൈവ് മാത്രം പോരാ, എനിക്ക് ഒന്നുകൂടി ടോപ്പായിട്ട് പഠിക്കണം, ഞാൻ NMMS എഴുതാൻ പോകുന്ന കുട്ടിയാണ് സാറേ, എനിക്കൊന്ന് അടിപൊളിയാക്കണം. അങ്ങനെയുള്ള മക്കൾക്കാണെങ്കിൽ എന്നോട് പറയാനുള്ളത്, നമ്മുടെ അജാസ് സാറും ഹർഷൽ സാറും ഡാനിഷ് സാറും വന്നോളൂ. എന്തിനാ, നമ്മുടെ സൂപ്പർ ബാച്ചോട്ട് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. 10 മാസം അല്ല, ഒരു വർഷം നമ്മൾ അക്കാഡമിക് ഇയർ 10 മാസം ഉണ്ടാവുക. 10 മാസം നിങ്ങൾ ചിലവാക്കുന്നത് വെറും 3000 രൂപയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൂടെ കൂടാം. നമ്മുടെ ലൈവുകളിൽ മാത്രമല്ല, നമുക്ക് സൂപ്പർ ബാച്ചിലെ മക്കൾക്ക് എന്തുണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ ആപ്പ് അടക്കമുള്ള എല്ലാ റെക്കോർഡ് ക്ലാസ്സുകളും എല്ലാം ലഭിക്കും. കൂടെ തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളും എക്സാമ്പിളൊക്കെ വരാനുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള എന്ത് ചെയ്യുക, പൈസ അടച്ചിട്ട് നമ്മൾ കൂടെ കൂടാം. സാർ എവിടെ അടക്കേണ്ടത്, നിങ്ങളുടെ നമ്പർ ഇങ്ങനെ പോകുന്നില്ലേ മക്കളെ, ആ നമ്പറിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ഇട്ട് എന്ത് ചെയ്യുക, എൻക്വയറി നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും എന്ത് ചെയ്യുക, കിടലായിട്ട് പഠിക്കാൻ, നല്ല മാർക്ക് ഉണ്ടാവട്ടെ, അടിപൊളിയായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്ത് ഡൗട്ടോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ എനിക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകൾ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.